എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം എന്നുള്ളതിന് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ആയിരക്കണക്കിന് ആർട്ടിക്കിൾസും ഉണ്ട്. ഒരുപാട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രോഡക്റ്റുകൾ, ഡയറ്ററി സപ്ലിമെന്റുകൾ ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം അറിയേണ്ട കാര്യം എന്തുകൊണ്ട് വെയിറ്റ് കൂടുന്നു എന്നുള്ളതാണ്. അതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു 30 ദിവസം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, 4 കാര്യങ്ങൾ ഒഴിവാക്കുക. തീർച്ചയായും അതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ വെയിറ്റ് കുറയും, ക്ഷീണം മാറും, കൂടുതൽ ആക്റ്റീവ് ആവും. ഒരുപാട് തരത്തിലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, മെഡിറ്റേറിയൻ ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇതിൽ ഏത് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്, വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറയാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. പലരും OPയിൽ വരുമ്പോൾ പറയാറുണ്ട്, എന്ത് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല. ആദ്യം എന്തുകൊണ്ട് വെയിറ്റ് കൂടുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ നമ്മുടെ പകുതി പണി കഴിയും. എല്ലാ കാര്യവും അങ്ങനെയല്ലേ? ഒരു പ്രശ്നത്തിന്റെ കാരണം മനസ്സിലാക്കിയാൽ അത് പരിഹരിക്കാൻ ഈസി ആയിരിക്കും. വെയിറ്റ് കൂടുന്നതിന് ഒരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞു തരാം. നമുക്ക് നമ്മുടെ ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. അതെപ്പോഴാ കൂടുക? നമ്മൾ കൂടുതൽ പണം നിക്ഷേപിക്കുന്നു, കുറച്ച് മാത്രം ചെലവാക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് കൂടും. അതുപോലെ തന്നെയാണ് ശരീരത്തിന്റെ കാര്യവും. നമ്മുടെ ശരീരത്തിന് ഒരു കാലറി ബാങ്ക് ഉണ്ട്. നമ്മൾ കഴിക്കുന്നതാണ് അവിടുത്തെ ഡെപ്പോസിറ്റ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ജോലികൾ ചെയ്യുമ്പോഴൊക്കെ ഈ കാലറി ചെലവാകും. അപ്പോൾ ശരീരത്തിന്റെ വെയിറ്റ് കുറയാൻ എന്ത് ചെയ്യണം? കലോറി കുറയാൻ എന്ത് ചെയ്യണം? കലോറി ഇൻടേക്ക് കുറയ്ക്കണം, ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കണം, കലോറി ലോസ്റ്റ് കൂട്ടണം, കൂടുതൽ വർക്ക് ചെയ്യണം. അതായത് കലോറി കത്തിച്ച് കളയണം. എങ്ങനെ ഈ കലോറി ബേൺ ചെയ്യാം അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ പറ്റുക? അതിന് മുന്നേ തന്നെ നമുക്ക് എന്താണ് ഈ കലോറി എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പറയാം. വെള്ളമല്ലാത്ത എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന് കലോറി ഉണ്ട്. നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ശരീരത്തിന് കലോറി കിട്ടും. ഈ കലോറി എന്നുള്ളത് ഊർജത്തിന്റെ ഒരു യൂണിറ്റ് ആണ്. അതായത് 1 കിലോ പഞ്ചസാര എന്നല്ലേ നമ്മൾ പറയാം. അതിൽ കിലോ എന്നുള്ളത് വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഊർജത്തിന്റെ ഒരു യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. ശരീരത്തിന് എന്ത് ചെയ്യണമെങ്കിലും ഈ ഊർജം വേണം. എങ്ങനെയായി ഈ കലോറി ബേൺ ചെയ്യിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് എക്സസൈസുകളെ കുറിച്ചായിരിക്കും. അത് ശരി തന്നെയാണ്. പക്ഷെ ശരീരത്തിൽ എന്ത് ചെയ്യണമെങ്കിലും ഈ കലോറി ചെലവാക്കണം. അതായത് നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, എന്നാലും അവിടെ നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട്, നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, നമ്മൾ കഴിച്ച ആഹാരങ്ങൾ ദഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും ശരീരം കാലറി ചെലവാക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു നോർമൽ ആയിട്ടുള്ള ആള് ഒരു 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ പോലും അയാൾക്ക് ഏകദേശം ഒരു 400 കലോറി ബേൺ ചെയ്യുന്നുണ്ട്. ഹൃദയമിടിപ്പ് തുടങ്ങിയ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ് ശരീരത്തിന്റെ ജീവൻ നിലനിർത്തുന്നത്. ഇതിനെയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിന് മെറ്റബോളിസം എന്ന് പറയാം. ഈ മെറ്റബോളിസം എന്നുള്ളത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച്, വെയിറ്റ് അനുസരിച്ച്, നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ചൊക്കെ പലർക്കും പല വിധമായിരിക്കും. ഈ മെറ്റബോളിസം കൂട്ടിയാൽ നിങ്ങൾക്ക് ഇരുന്നാൽ പോലും ശരീരം കാലറി ചെലവാക്കിക്കോളും. ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെയും സഹായിക്കും. ഈ മെറ്റബോളിസം കൂട്ടാൻ ശരീരം അനങ്ങണം. നിങ്ങൾ ഫോണിൽ ഇപ്പോൾ ഇരുന്നു കൊണ്ട് സംസാരിക്കാറുണ്ടാവും അല്ലേ? അപ്പോൾ ഇനി ഫോൺ വിളിക്കുമ്പോഴൊക്കെ നടന്ന് സംസാരിക്കുക. ചെറിയ ദൂരങ്ങളൊക്കെ വണ്ടിയിൽ പോകാതെ നടന്നു പോകാൻ ശ്രദ്ധിക്കുക. ശരീരം അനങ്ങുന്നത് ഈ മെറ്റബോളിസം കൂട്ടും, BMR കൂട്ടും. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ശരീരം ഈ കാലറി ചെലവാക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ശരീരം കാലറി ചെലവാക്കുന്നുണ്ട്. കാരണം ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാൻ ശരീരത്തിന് കുറെ പണികളുണ്ട്. അത് ആഗിരണം ചെയ്യണം, പിന്നീട് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിനെല്ലാം ശരീരത്തിന് എനർജി വേണം. ഇപ്പൊ മൈദയും പഞ്ചസാരയും ഒക്കെ നമ്മൾ കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ ശരീരത്തിന് കുറച്ച് കാലറിയുടെ ആവശ്യമുള്ളൂ. എന്നാൽ നമ്മൾ ധാന്യങ്ങൾ, പ്രോട്ടീൻ, പാല് ഇങ്ങനെയുള്ള ഫൈബറൊക്കെ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് ദഹിപ്പിക്കാൻ ശരീരത്തിന് കൂടുതൽ കാലറി ചെലവാക്കണം. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ദഹിക്കാൻ കൂടുതൽ കാലറി ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ഒരു ഉദാഹരണം പറയാം. പ്രോട്ടീൻ ഒരു 100 കലോറി നമ്മൾ കഴിക്കുകയെന്ന് വിചാരിക്കാം. അതിന്റെ 30% അത് ദഹിപ്പിക്കാൻ തന്നെ ശരീരം ഉപയോഗിച്ചോളും. ബാക്കി 70% മാത്രമേ ശരീരത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഭക്ഷണം കുറച്ചാൽ പോരെ, പിന്നെ എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ തിയറി ഒക്കെ നോക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും. എന്നാൽ പ്രാക്ടിക്കലി അത് ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കുറച്ച് നോക്കിയിട്ടുള്ളവരോട്
അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ഹോർമോണൽ ഇംബാലൻസ് വരും. നല്ല ക്ഷീണം തോന്നും, ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നും. നമ്മൾ ചെയ്യുന്ന വർക്കിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തന്നെ അത് അനുഭവമുണ്ട്. ഞാൻ രാവിലെ 7 മണിക്ക് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരാളാണ്. OP 2 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് ക്ഷീണം വരാൻ തുടങ്ങും. ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരുപാട് ഭക്ഷണം ഒന്നും കഴിക്കണ്ട. ഒരു 2 ഡേറ്റ്സ് ഒക്കെ കഴിച്ചാൽ നമുക്ക് ആ ക്ഷീണം മാറും. നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളും ഭക്ഷണം കുറച്ച് ഡയറ്റ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത്ര ക്ഷീണം വരുന്നത്? നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നതിന്റെ 20% ഊർജ്ജം ഉപയോഗിക്കുന്നതും ബ്രെയിൻ ആണ്, അതായത് നമ്മുടെ തലച്ചോറാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കുറച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നുന്നത്, ഇറിറ്റേഷൻ തോന്നുന്നത്. നമുക്ക് ക്ഷീണം തോന്നും. അതോടുകൂടി നമ്മുടെ ഡയറ്റ് ഫെയിൽ ആവും. നമ്മൾ പഴയതുപോലെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ 4 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തേത് ഡയറ്റ് കൺട്രോൾ ആണ്. രണ്ടാമത് എക്സസൈസ്. അടുത്തത് ശരിയായ ഉറക്കം. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ പ്രോപ്പർ ആയിട്ട് ഉറങ്ങണം. ടെൻഷനുകൾ കുറയ്ക്കണം. സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. ഇനി നമുക്ക് ഡയറ്റിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണം, പക്ഷെ നമുക്ക് വിശക്കാൻ പാടില്ല, ക്ഷീണവും വരാൻ പാടില്ല. അങ്ങനെയും ഡയറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. സറ്റൈറ്റി ഇൻഡെക്സ് എന്ന് പറയാം അതിന്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് വയറ് നിറയില്ല, ചില ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു ചോക്ലേറ്റ് കഴിച്ചു. ആ ചോക്ലേറ്റ് ഒരു പീസ് കഴിച്ചാലും നിങ്ങളുടെ വയറ് നിറയില്ല. പക്ഷെ അതിന് പകരം ഒരു പുഴുങ്ങിയ മുട്ട കഴിച്ചാലോ ചിലപ്പോൾ വയറ് പെട്ടെന്ന് നിറയും. അപ്പോൾ വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്നവര് നിങ്ങൾ സറ്റൈറ്റി ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അതായത് അത് വയറ് നിറയ്ക്കുകയും ചെയ്യും, എന്നാൽ കാലറി കുറവുള്ള ഭക്ഷണങ്ങളായിരിക്കും. സറ്റൈറ്റി ഇൻഡെക്സ് കൂടുതലുള്ളതും കാലറി കുറവുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്താം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. ഏറ്റവും കൂടുതൽ സറ്റൈറ്റി ഇൻഡെക്സ് ഉള്ളത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനാണ്. അതിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ട്, അതേപോലെ വാട്ടർ കണ്ടന്റും കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ വേവിച്ച ഓട്സ്, എഗ്ഗ്, ആപ്പിള്, ഓറഞ്ച്, ഫിഷ്, ഗ്രീക്ക് യോഗേർട്ട്, പോപ്കോൺ ഇവയെല്ലാം വയറ് ഫുള്ളാക്കുകയും എന്നാൽ കാലറി കുറവുള്ള ഭക്ഷണങ്ങളാണ്. കൂടുതലുള്ള പ്രോട്ടീൻ ഉള്ള ഫുഡുകളും നിങ്ങൾക്ക് കഴിക്കാം. ചിക്കൻ കഴിക്കാം, ഫിഷ് കഴിക്കാം. അതുപോലെ കൂടുതൽ ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചോറിന്റെ കൂടെ കൂടുതൽ ഉപ്പേരിയുടെ അളവ് കൂട്ടിയിട്ട് കഴിക്കുക. അടുത്തത് കൂടുതൽ വെള്ളം കൂടുതലുള്ള ചില ഫ്രൂട്ട്സുകൾ ഉണ്ട് അല്ലെ, ഓറഞ്ച്, ഗ്രേപ്സ് മുതലായവയൊക്കെ, അവയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഇവ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും, എന്നാൽ കാലറി കുറവായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അതുപോലെ ആന്റി ഓക്സിഡൻസും ഒക്കെ കിട്ടുകയും ചെയ്യും. നല്ല പ്രോട്ടീനാന്ന് പറഞ്ഞ് എഗ്ഗ് 3 നേരം കഴിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറ്റില്ല അല്ലെ. നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. എങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാന്ന് നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കാണുക. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് സാധിച്ചെടുക്കാൻ പറ്റും. അടുത്തത് എക്സസൈസ് ആണ്. ഹെൽത്തി വെയിറ്റ് ലോസിന് എക്സസൈസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വേഗത്തിൽ നടക്കാം, സ്വിമ്മിങ് ചെയ്യാം. ഇതൊക്കെ നല്ല എക്സസൈസുകളാണ്. സ്ട്രെച്ചിങ് എക്സസൈസിനായിട്ട് യോഗയൊക്കെ ചെയ്യാം. വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ടെൻഷൻ കുറയ്ക്കുക. വെയിറ്റ് കൂടുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ കൂടും, ശരീരത്തിന്റെ മെറ്റബോളിസം കുറയും, ഷുഗർ ക്രേവിങ്സ് ഒക്കെ കൂടും. അതായത് നമ്മൾ ഒരുപാട് കഴിക്കാൻ തുടങ്ങും. അതായത് ടെൻഷനൊക്കെ കൂടുമ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷൻ കുറയ്ക്കണം, സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. അതിന് മെഡിറ്റേഷൻ ചെയ്യാൻ, ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാം, പാട്ട് കേൾക്കാം, ഡാൻസ് ചെയ്യാം. നിങ്ങൾക്ക് ടെൻഷൻ കുറയാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്ന് കൂടി പറയാം. നോ ഷുഗർ, പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ബിസ്ക്കറ്റ്, മിഠായി, കൂൾ ഡ്രിങ്ക്സ് ഇതിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഷുഗർ ഉണ്ട്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. രണ്ടാമത്തേത് മൈദ. അത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്.
അതുകൊണ്ട് മൈദയുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കണം. സമൂസ, പപ്സ്, പൊറോട്ട, ബേക്കറി പലഹാരങ്ങൾ ഇവയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലെ ഷുഗർ സ്പൈക്സ് കൂട്ടും, നിങ്ങളുടെ വെയിറ്റ് കൂട്ടും. അടുത്ത ഒഴിവാക്കേണ്ടത് ബാഡ് ഫാറ്റ് ആണ്. മോശമായിട്ടുള്ള കുറെ കൊഴുപ്പുകൾ ഉണ്ട്. അതിലൊന്നാണ് ട്രാൻസ് ഫാറ്റുകൾ. അത് ഭയങ്കര ശരീരത്തിന് ഹാനികരമായിട്ടുള്ള കൊഴുപ്പാണ്. ഈ പാക്കറ്റ് ഫുഡുകളിൽ, അതുപോലെ ഫ്രൈഡ് ഐറ്റംസിലൊക്കെ, ഈ ഡീപ് ഫ്രൈഡ് ആയിട്ട് വരുന്ന ഫുഡ് ഐറ്റംസിലൊക്കെ ഉള്ളത് ട്രാൻസ് ഫാറ്റ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ്, സമൂസ, പരിപ്പുവട, നമ്മൾ പുറത്ത് കിട്ടുന്ന പൊരിക്കടികളിലെല്ലാം ഈ ട്രാൻസ് ഫാറ്റ് ഉണ്ടാവും. അതുകൊണ്ട് അവയും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കരുത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത 30 ദിവസങ്ങൾ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ: ഡയറ്റ്, എക്സസൈസ്, നല്ല ഉറക്കം, ടെൻഷൻ ഒഴിവാക്കുക, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഷുഗർ ഒഴിവാക്കുക, മൈദ ഒഴിവാക്കുക, ഹാനികരമായിട്ടുള്ള കൊഴുപ്പുകൾ ഒഴിവാക്കുക. ഇവ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു 30 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റങ്ങൾ കാണാനാവും. ക്ഷീണം മാറും, കൂടുതൽ ഊർജമുള്ള പോലെ തോന്നും, നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവും, നിങ്ങളുടെ സ്കിന്ന് നന്നാവും, വെയിറ്റ് കുറയും. കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള 4 കാര്യങ്ങളാ അല്ലെ? പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അത് ശ്രമിക്കണം, അത് ചെയ്യണം. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ മാറ്റങ്ങൾ തീർച്ചയായും കമന്റിൽ അറിയിക്കണം. അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമായിരിക്കും. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് 0 സൈസ് ആവുന്നതൊന്നുമല്ല. ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാലേ നമുക്കത് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കൊരു 60 വയസ്സായാലും 70 വയസ്സായാലും ഒക്കെ എനിക്ക് ഓടാൻ പറ്റും, നടക്കാൻ പറ്റും, സ്റ്റെപ്പ് കയറാൻ പറ്റും, ഇതൊക്കെ പറയുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യം. ഇതൊക്കെ പറയാൻ പറ്റുന്നതാണ് ആരോഗ്യം. ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ആ പ്രായത്തിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.